നമസ്തേ. ഈ ലക്ഷണമുള്ളവർ സർവഗുണസമ്പന്നർ, തേടിയെത്തുന്നത് വിസ്മയിപ്പിക്കുന്ന നേട്ടങ്ങൾ. ലക്ഷണശാസ്ത്രമെന്നത് നിസ്സാരമല്ല. ഏതു മേഖലയിലും തിളങ്ങുന്നവരാണ് ഇക്കൂട്ടർ. ശരീര അവയവങ്ങളുടെ പ്രത്യേകതകൾ ഒരു വ്യക്തിയുടെ സ്വഭാവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ലക്ഷണശാസ്ത്രം പറയുന്നത്. നെറ്റിയുടെയും കണ്ണുകളുടെയും ചുണ്ടുകളുടെയും പുരികത്തിൻ്റെയുമൊക്കെ വലുപ്പ വ്യത്യാസങ്ങളും രൂപത്തിലുള്ള ചെറുമാറ്റങ്ങളും ഒരു വ്യക്തിയുടെ സ്വഭാവത്തെ സ്വാധീനിക്കുന്നുണ്ട്. ശരീരാവയവങ്ങളിൽ പ്രത്യേകിച്ച് കർണങ്ങൾക്കും പുരികക്കൊടികൾക്കും നാസികയ്ക്കും കണ്ണുകൾക്കുമെല്ലാം സ്ഥാനം ചെറുതല്ല. ഈ അവയവങ്ങളുടെ പ്രത്യേകതകൾ നോക്കി വ്യക്തിയുടെ സ്വഭാവമറിയാം എന്നതാണ് ശാസ്ത്രത്തിൻ്റെ അനുമാനം. ലക്ഷണശാസ്ത്രത്തിൽ ആദ്യത്തേത് ചെവികളാണ്. ചെറിയ ചെവികൾ ബഹുമാനം, മര്യാദ, പ്രതിപത്തി എന്നിവയെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. അതിനർത്ഥം ചെറു ചെവികളുടെ ഉടമകൾ ഈ ഗുണങ്ങൾ നിറഞ്ഞവരായിരിക്കുമെന്നും തന്നെയാണ്. ചെവിയുടെ മാംസളമായ കീഴ്ഭാഗം തടിച്ചിട്ടാണിരിക്കുന്നതെങ്കിൽ ഇത്തരക്കാരിൽ വികാരവിചാരങ്ങൾ ശക്തമായിരിക്കും. തീരെ ചെറിയ ചെവികളുടെ ഉടമകൾ ലജ്ജാലുക്കളും ഉൾവലിഞ്ഞ പ്രകൃതത്തിനുടമയുമായിരിക്കും. നീളം കൂടിയതും നേരിയതുമായ ചെവിയുള്ളവർ സമാനമായ സ്വഭാവ സവിശേഷതകൾ വർദ്ധിത രീതിയിൽ പ്രകടിപ്പിക്കുന്നവരായിരിക്കും. ഇടത്തരം വലിപ്പമുള്ള കർണങ്ങളുള്ളവർ ഊർജ്ജസ്വലരും നിശ്ചയദാർഢ്യം പ്രകടിപ്പിക്കുന്നവരുമായിരിക്കും. വലിപ്പമേറിയ ചെവികളും മാംസളമായ ചെവിയുടെ കീഴ്ഭാഗവുമുള്ളവർ കർക്കശക്കാരും അതിനൊപ്പം തന്നെ സുഖലോലുപതയിൽ കഴിയാൻ ഇഷ്ടപ്പെടുന്നവരുമായിരിക്കും. ശക്തരും ധീരരും ഊർജ്ജസ്വലരുമായിരിക്കും. പുരികക്കൊടികൾക്കും മൂക്കിനുമിടയിൽ യഥാസ്ഥാനത്ത് തന്നെയാണ് ചെവികൾ സാധാരണയായി എല്ലാവർക്കും കണ്ടുവരാറുള്ളത്. എന്നാൽ ചിലർക്കെങ്കിലും കൺപുരികത്തിനും മുകളിലേക്കും ചെവികൾ നീണ്ടു നിൽക്കാറുണ്ട്. ഇത്തരക്കാർക്ക് കോപം അധികമായിരിക്കും. കൂടാതെ പ്രതികാര മനസ്സിൽ വെച്ച് പെരുമാറുന്നവരും കുറ്റകൃത്യ വാസനയുള്ളവരുമാകാൻ സാധ്യതയുണ്ട്. കണ്ണുകളുടെ സമീപത്തു നിന്നും ഏറെ അകലെയാണ് ചെവികളുടെ സ്ഥാനമെങ്കിൽ ബുദ്ധിശക്തിയിലും സർഗാത്മക കഴിവുകളിലും ഇത്തരക്കാർ മുൻപന്തിയിലായിരിക്കും. അടുത്തതായി ലക്ഷണശാസ്ത്രപ്രകാരം പുരികങ്ങളുടെ പ്രത്യേകതയാണ്. പുരികങ്ങളുടെ പ്രത്യേകതകളും സ്വഭാവ സവിശേഷതകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വളഞ്ഞ പുരികക്കൊടികളുടെ ഉടമകൾ മറ്റുള്ളവരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിവുള്ളവരായിരിക്കും. മറ്റുള്ള വ്യക്തികളിലൂടെയായിരിക്കും ഇത്തരക്കാർ തങ്ങളുടെ ലോകം വികസിപ്പിച്ചെടുക്കുന്നത്. പുരികങ്ങൾ നേരെയുള്ളവർ തങ്ങളുടെ സമീപനങ്ങളിലും നേരെ വായെന്ന പ്രകൃതമുള്ളവരായിരിക്കും. വസ്തുനിഷ്ഠമായും സാങ്കേതികമായും കാര്യങ്ങളെ നേരിടുന്നവരായിരിക്കും. വികാരങ്ങൾക്ക് അടിമപ്പെടാതെ കാര്യങ്ങളെ ഉൾക്കൊള്ളുകയും പരിഗണിക്കുകയും ചെയ്യുന്നവരായിരിക്കും ഇത്തരക്കാർ. അഗ്രഭാഗം വളഞ്ഞിരിക്കുന്ന പുരികത്തിനുടമകൾ ഏതു പ്രതികൂല സാഹചര്യങ്ങളെയും നേരിടാൻ സന്നദ്ധരായിരിക്കും. എപ്പോഴും മറ്റുള്ളവരുമായി സഹകരിച്ച് ജീവിക്കാൻ താല്പര്യമുള്ള ഇക്കൂട്ടർ വലിയൊരു സൗഹൃദ വലയത്തിനുടമകളായിരിക്കും. നേതൃഗുണങ്ങൾ ഇവരിൽ പ്രകടമായിരിക്കും. നേതൃസ്ഥാനത്തെത്തിരിക്കുമ്പോൾ വളരെ ചെറിയ രീതിയിലുള്ള വെല്ലുവിളികൾ മാത്രമേ ഇവർക്ക് നേരിടേണ്ടി വരികയുള്ളൂ. കണ്ണുകളുടെ സമീപത്തു നിന്നും സാധാരണ കാണുന്നതിലും മുകളിലായി ചിലരുടെ പുരികങ്ങൾ ഉയർന്നിരിക്കാറുണ്ട്. ഇത്തരക്കാർ ദീർഘദൃഷ്ടിയുള്ളവരും കാര്യങ്ങൾ തിരഞ്ഞെടുക്കുന്നതിൽ സൂക്ഷ്മത പുലർത്തുന്നവരും വിവേചന ബുദ്ധിയോടെ പ്രവർത്തിക്കുന്നവരും ആയിരിക്കും. വളരെ ശ്രദ്ധയോടെ കാര്യങ്ങൾ വീക്ഷിച്ചതിന് ശേഷം മാത്രം പ്രവർത്തിക്കുന്നവരും ആയിരിക്കും. കാത്തിരുന്ന് കാണാം എന്ന ഒരു മനോഭാവവും ഇവർ പ്രകടിപ്പിക്കും. ഒരു പുതിയ അറിവ് ലഭിക്കുമ്പോൾ അതിൻ്റെ എല്ലാ വശങ്ങളെക്കുറിച്ചും ഗാഢമായി ചിന്തിക്കുകയും അവ സൂക്ഷിച്ചു വെക്കുകയും ആ അറിവുകൾ പിന്നീട് പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്നവരാണ് ഇക്കൂട്ടർ. കണ്ണുകളോട് ഏറെ അടുത്ത് പുരികമുള്ളവർ പെട്ടെന്ന് പ്രതികരിക്കുന്നവരായിരിക്കും. എന്തു കാര്യങ്ങളിലും വളരെ പെട്ടെന്ന് തീരുമാനമെടുക്കാൻ ഇവർക്ക് പ്രത്യേക കഴിവാണ്. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു ജോലി ഏൽപ്പിച്ചാൽ എത്രയും പെട്ടെന്നത് ചെയ്തു തീർക്കാനും ഇവർ ശ്രദ്ധാലുക്കളായിരിക്കും. ശുഭാപ്തി വിശ്വാസികളെങ്കിലും ഇവരെ ആരെങ്കിലും എതിർത്ത് സംസാരിക്കുന്ന പക്ഷം പരസ്പര വിരുദ്ധമായി ചിലപ്പോൾ ഇവർ പ്രതികരിച്ചെന്നും വരാം.
ഇത്തരക്കാർ അഭിമുഖീകരിക്കുന്ന വലിയ പ്രശ്നങ്ങളിലൊന്നാണ് ക്ഷമാശീലത്തിൻ്റെ അഭാവം. അതുകൊണ്ട് തന്നെ ക്ഷമാശീലം വളർത്തിയെടുക്കാനും മറ്റുള്ളവരെ ക്ഷമാപൂർവം കേൾക്കാനും ഇത്തരക്കാർ കൂടുതൽ ശ്രദ്ധ ചെലുത്താറുണ്ടെന്നാണ് പറയപ്പെടുന്നത്. എങ്ങനെയാണ് മൂക്കുകൾ സ്വഭാവ രൂപീകരണത്തെ സ്വാധീനിക്കുന്നതെന്ന് നോക്കാം. കുറവുകളൊന്നുമില്ലാത്ത എല്ലാം തികഞ്ഞ നാസികയുടെ നീളം നെറ്റിയുടെ വീതിക്ക് തുല്യമായിരിക്കുമെന്നാണ് പറയപ്പെടുന്നത്. മാത്രമല്ല, മൂക്ക് അവസാനിക്കുന്ന ഭാഗത്തിൻ്റെ വീതി കണ്ണിൻ്റെ നീളത്തിനും സമമായിരിക്കുമത്രേ. വളഞ്ഞ നാസിക ഒരു വ്യക്തിയുടെ ആജ്ഞാശക്തിയെയും നിശ്ചയദാർഢ്യത്തെയും ആത്മാഭിമാനത്തെയുമാണ് പ്രതിനിധാനം ചെയ്യുന്നത്. വളഞ്ഞ മൂക്കിൻ്റെ അഗ്രഭാഗത്ത് താഴേക്ക് കുനിഞ്ഞ രീതിയിലാണ് ഇരിക്കുന്നതെങ്കിൽ അഭിമാനികളും ധൈര്യശാലികളുമായിരിക്കും ഇവർ. രസികരല്ലെങ്കിലും എല്ലാ കാര്യങ്ങളിലും ഒരു സരസത്വം കാണുവാൻ ശ്രമിക്കുന്നവരും ആയിരിക്കും. വീതി കുറഞ്ഞ മൂക്കുള്ളവർ മേൽപ്പറഞ്ഞതിനു നേരെ വിപരീത സ്വഭാവമുള്ളവരും ഏകാധിപത്യ മനോഭാവം വെച്ച് പുലർത്തുന്നവരും ആയിരിക്കും. ക്ഷമ, ദയ, ലാളിത്യം, സഹനശക്തി, ആകർഷകത്വം എന്നിങ്ങനെയുള്ള സ്വഭാവ സവിശേഷതകൾ പ്രകടിപ്പിക്കുന്നവരും അതിനൊപ്പം തന്നെ നിർവികാരരും അലക്ഷ്യപ്രകൃതമുള്ളവരും സാമൂഹിക ധാർമ്മിക സാമ്പ്രദായങ്ങളിൽ തുറന്ന സമീപനം വെച്ചു പുലർത്തുന്നവരും ആയിരിക്കും. ലക്ഷണമൊത്തതും ഒട്ടും വളവില്ലാത്തതുമായ മൂക്കുള്ളവർ. ഇനി നല്ലതുപോലെ ഉയർന്നതും അഗ്രഭാഗം വളഞ്ഞതുമായ മൂക്കുള്ളവർ അത്യുത്സാഹികളായിരിക്കും. തങ്ങളുടെ ലക്ഷ്യങ്ങളെ സ്വതസിദ്ധമായ ഉത്സാഹത്തോടെ എത്തിപ്പിടിക്കാൻ ഇവർക്ക് നിഷ്പ്രയാസം സാധിക്കും. തടസ്സങ്ങളെ പുഞ്ചിരിച്ചുകൊണ്ട് പ്രതിരോധിച്ച് ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ ശ്രമിക്കുന്നവരുമായിരിക്കും. ആധിപത്യ മനോഭാവം വെച്ചു പുലർത്തുന്നവരായിരിക്കും പതിഞ്ഞ് മൂക്കിനുടമകൾ. ലാളിത്യം കലർന്ന പെരുമാറ്റമൊന്നും ഇത്തരക്കാരിൽ നിന്നും പ്രതീക്ഷിക്കേണ്ട. എന്നാൽ സാഹിത്യത്തിലും കവിതയിലുമൊക്കെ ഇത്തരക്കാർ ശോഭിക്കാനിടയുണ്ട്. വളഞ്ഞ മൂക്കുള്ളവർ ചടുലമായി പ്രവർത്തിക്കുന്നവരായിരിക്കും. കലഹപ്രിയരായ ഇക്കൂട്ടർക്ക് തീരെ കനം കുറഞ്ഞ ചുണ്ടുകളും വായുമാണെങ്കിൽ മറ്റുള്ളവരെ കുറിച്ച് അപഖ്യാതി പറഞ്ഞു പരത്തുന്ന ദുശീലവും ഉണ്ടാകാൻ ഇടയുണ്ട്. ലക്ഷണശാസ്ത്രമനുസരിച്ച് നിങ്ങളുടെ മൂക്കുകളും കണ്ണുകളും ചെവിയും ഇതുപോലെയാണോ? ഇതുപോലുള്ള കാര്യങ്ങൾ അറിയുന്നതിനായി ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.